പി ആർ എന്നുള്ള സംഭവം ശരിക്കും പറഞ്ഞാൽ പലർക്കും അറിയില്ല. കാരണം പി ആർ എന്താണ്, അതായത് ഒരു പേഴ്സൺ ടു പബ്ലിക്, അത് ഏതെങ്കിലും ഒരു മീഡിയം വഴി ആ പബ്ലിക്കിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സിന്റെ പേരാണ് പി ആർ. അത് അനുമോൾക്ക് ചെയ്യുന്നത് ഞാനല്ല, ഞാൻ അനുമോളുടെ പി ആർ അല്ല. ഓക്കെ, പക്ഷേ ഇതിൽ ഞാൻ ഇപ്പോൾ ഇത് കാണുന്ന പബ്ലിക്കിന് ചിലപ്പോൾ ഇത് അറിയത്തില്ലായിരിക്കാം. ഓക്കെ, ഞാൻ ചെയ്യുന്ന വർക്കിന്റെ പേരാണ് ORM. സോ അതിനെ ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ് എന്ന് പറയും. ഇപ്പോൾ അനുമോൾ എന്നൊരു വ്യക്തി എൻ്റെ ഫ്രണ്ടാണ്. സോ പുള്ളിക്കാരി ബിഗ് ബോസിൽ പോകാൻ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. അപ്പോൾ ഈ വ്യക്തി എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ പി ആർ വർക്ക് ചെയ്യണം, ചെയ്തില്ലെങ്കിൽ പ്രശ്നങ്ങളാണെന്ന് എല്ലാവരും വിളിക്കുന്നത്. കാരണം മുമ്പത്തെ സീസണിലെ ആൾക്കാരൊക്കെ വിളിച്ച് പറയുന്നുണ്ട് പി ആർ വർക്ക് ഇല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, പി ആർ വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല കാശ് വേണം. അനുമോൾക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ല. അത് ഞാൻ വേണമെങ്കിൽ അനുമോളുടെ ഫാമിലി അനുമോളുടെ കഴിഞ്ഞ ഒരു കൊല്ലത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വരെ തരാൻ റെഡിയാണ്. കാരണം അനുമോൾക്ക് ആ ഒരു സാമ്പത്തിക ശേഷി പി ആർ വർക്ക് ചെയ്യാനില്ല. അപ്പം ഞാൻ പറഞ്ഞു, നിനക്ക് പി ആർ വർക്കിന്റെ ആവശ്യമില്ല, അതിന്റെ ചാറ്റ് റെക്കോർഡ് അടക്കം എൻ്റെ ഉണ്ട് കേട്ടോ. പി ആർ വർക്കിന്റെ ആവശ്യമില്ല, നീ എന്തായാലും എംബേഴ്സ് നിൽക്കും, നിനക്ക് അതിനുള്ള ഫാൻ ബേസ് എല്ലാം ഉണ്ട്. പിന്നെ ഈ അനുമോൾക്ക് ഇപ്പൊ കാണുന്ന ആർമി പേജ് അതെല്ലാം ഈ സ്റ്റാർ മാജിക് ടൈമിൽ തൊട്ടേ ഉണ്ട് അനുമോൾക്ക്. അപ്പൊ അനുമോൾക്ക് അങ്ങനെ കാശ് മുടക്കിയുള്ള ഒരു പി ആർ വർക്കിന്റെ ആവശ്യമില്ല.